വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ കെ എസ് ഇ ബി എയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ അറിയുന്നുണ്ടാവും കെ എസ് ഇ ബി ഐയുടെ ഷോർട്ട് ലിസ്റ്റിലുള്ള ഒരു ഭയങ്കരമായ വ്യത്യാസം. തൊഴിൽ വാർത്തയും തൊഴിൽ വീതി അധികം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ന്യൂസ് കട്ടിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പുതിയ ലിസ്റ്റിൽ എത്ര ടോട്ടൽ 785 പേര്, മെയിൻ ലിസ്റ്റിൽ 380 സംതിങ്ങും, അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏകദേശം 300 സംതിങ് ഉള്ള ആൾക്കാർ, 350 പ്ലസ് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടല് 785 പേരാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 2572 പേരായിരുന്നു മുൻ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം 383 സംതിങ് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണോ അറിയില്ല, ഇപ്രാവശ്യം 380 എന്നുള്ള ഒരു ലിസ്റ്റിലേക്കാണ് വന്നേക്കുന്നത്, മെയിൻ ലിസ്റ്റിൽ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നിങ്ങൾക്കറിയാം കോമൺ ആയിട്ട് കുറെ എക്സാം ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെക്കാട്ടും ബെറ്റർ ചോയ്സ് ഒക്കെ എന്താ അവര് ചൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ നല്ല ഒരു വെട്ടലാണ് കെ എസ് ഇ ബി ഷോർട്ട് ലിസ്റ്റ് വെട്ടിയേക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് ലിസ്റ്റ് എല്ലാ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അതില് 185 ഒഴിവ് ഇപ്പം തന്നെയുണ്ട്. പക്ഷെ അതിൽ എത്ര 6 NJD മാത്രമാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പോ ഇതിൽ അവര് പറഞ്ഞേക്കുന്നത് എന്താ, റീസ്ട്രക്ചറിങ്ങിന്റെ ശേഷമാണ് റിപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. പക്ഷെ റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗമായിട്ട് സബ് എഞ്ചിനീയറിൽ മാത്രമേ എന്താ റീസ്ട്രക്ചറിങ് എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. എയുടെ കേസിൽ അങ്ങനെ റീസ്ട്രക്ചറിങ് എഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ എയുടെ എന്തായാലും എന്താ ആ ഒരു ഒഴിവുകൾ അതേപോലെ തന്നെ വേണ്ടി വരും. അതൊന്നും റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗമായിട്ട് എയുടെ എന്താ ഒഴിവുകളൊന്നും വെട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. സബ് എഞ്ചിനീയറിൽ മേ ബി എന്താ വെട്ടലുണ്ടാവും. പക്ഷെ എയുടെ കേസിൽ ഒരിക്കലും എന്താ ആ റീസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഒഴിവുകളൊന്നും വെട്ടാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തൊഴിൽ വന്ന റിപ്പോർട്ടിങ്ങിലാണ്, അത് കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒഴിവുകൾ മുഴുവൻ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ കെ എസ് സി ബി ചെയർമാന് കത്ത് നൽകി. ഇതിന് തയ്യാറായില്ലെങ്കിൽ കെ എസ് സി ബിയുടെ സുഗമമായ നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. 40% കോട്ടിൽ 200ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 185 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വരും വർഷങ്ങളിൽ സ്ഥാനക്കയറ്റം, വിരമിക്കൽ എന്നീ രീതിയിൽ 800 മുതൽ 900 വരെ ഒഴിവുകളുണ്ടാവും. 10% കോട്ടിൽ 90 ഒഴിവ് നിലനിൽക്കുന്നതായി അസോസിയേഷൻ വ്യക്തമാക്കി. പി എസ് സി ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ 383 പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വരും വർഷങ്ങളിൽ ഒഴിവ് കണക്കാക്കിയാൽ ഈ ലിസ്റ്റ് ശുഷ്കമാണ്. ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ കൂടുതൽ വിദ്യാർത്ഥികളെ പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്നും അസോസിയേഷൻ പറയുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷോർട്ട് ലിസ്റ്റ് ആളെ കുറിച്ച് തൊഴിൽവേദി റിപ്പോർട്ട്. അതായത് കെ സി ബി എന്താ, കെ സി ബി ഐ അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്താ ചെയർമാന് ഓക്കെ കത്ത് നൽകി. അതായത് വേക്കൻസീസ് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അവരുടെ ഇങ്ങനെ പറഞ്ഞ രീതിക്ക് വേണമെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ചെറിയൊരു ന്യൂസ് അറിഞ്ഞുകൊണ്ട് ഇൻഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്കിവിടെ ഫൈൻഡ് ഒക്കെ. ഓക്കെ, താങ്ക് യു.